അപ്പോൾ തന്നെ നമ്മുടെ കിണറ്റിലേക്ക് രണ്ടാമത്തെ ഒരു അതിഥിയും കൂടി എത്തിയിട്ടുണ്ട്. നമ്മളൊരു പാമ്പിനെ പുറത്തെടുത്തിരുന്നു, ഒരു ചെറിയ കുട്ടി പാമ്പിനെ. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ കിണറ്റിൽ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ കൂടും അതിലൊരു മുട്ടയും കാണുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസം മുന്നേ നമ്മളെ വീടിൻ്റെ ഈ ഒരു കിണറിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് 2 പ്രാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി നടന്നിരുന്നു. അപ്പോൾ അതായിരിക്കും മുട്ടയിട്ടതെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാത്രി വന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ആ പ്രാവ് തന്നെയാണ് അതിൽ മുട്ട ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒരു 14.5 കോല് താഴ്ചയിലാണ് പോയിട്ട് നല്ല സേഫായ സ്ഥലത്താണ് മുട്ട ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ അങ്ങനെ പുറത്ത് പോകുന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കാണാമെന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 4-5 ദിവസമൊക്കെ മുട്ടയുടെ മുകളിൽ ഫസ്റ്റ് ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് അത് 2 മുട്ടയായി. അങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പകൽ വന്ന് നോക്കിയപ്പോഴൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. കാരണം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല അല്പം തണുപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല സേഫായ സ്ഥലം സെലക്റ്റും ചെയ്തതാണ്. നമ്മളെ കിണറ്റിലെ വെള്ളം ഇപ്പോൾ താൽക്കാലികമായിട്ട് കുടിക്കണില്ല, അതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ടില്ല. എന്തായാലും വിരിഞ്ഞ് പുറത്തിറങ്ങട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് പ്രാവിനെയും കാണുന്നില്ല, മുട്ടയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അത് വിരിഞ്ഞ് പുറത്ത് പോയതാണോ, അതല്ല മറ്റുള്ള എന്തെങ്കിലും പിടിച്ച് മുട്ട കൊണ്ടുപോയതാണോ, ഒന്നിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. കാരണം കിണറ്റിലെ മുട്ടൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നുമില്ല. പക്ഷേ വിരിഞ്ഞാലും ഇത്ര പെട്ടെന്ന് കുട്ടികൾക്ക് കിണറിൽ നിന്ന് ഇത്രയും താഴ്ചയിൽ നിന്ന് പൊന്തി പറക്കാനുള്ളതായിട്ടുണ്ടാവുമോ, ഇനി എത്ര ദിവസമാണ് ഇത് മുട്ട വിരിയാനെടുക്കുക, അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പോയിട്ടില്ല. പക്ഷേ എന്തായാലും ഒരു 5-6 ദിവസമായപ്പോൾ ഒന്നിനും കാണുന്നില്ല. എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല.